ചെയ്തു. ഒരു അമേസിംഗ്ലി വെൽ മെയ്ഡ് സീരീസാണ്. മലയാളത്തിലെ ഏറ്റവും നല്ലൊരു പുതിയ സീരീസ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ ബിഞ്ച് വാച്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ബിഞ്ച് വാച്ച് ചെയ്യാൻ സാധ്യതയുള്ള സീരീസാണ്. ബിഞ്ച് വാച്ച് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഒരു എപ്പിസോഡ് കണ്ട് എന്തായാലും നിർത്താൻ പറ്റില്ല. അത്രയും ഗ്രിപ്പിംഗ് ആണ്. പിന്നെ ഐ തിങ്ക് ആക്ടിങ്, ക്യാമറ വർക്ക്, അല്ലേ, മ്യൂസിക്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വെരി ഹൈ പ്രൊഡക്ഷൻ വാല്യൂ. ആൻഡ് ജീതു ജോസഫ് ഷോ റണ്ണർ അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയം ഔട്ട്സ്റ്റാൻഡിങ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന റോസ്ലിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടി സച്ച് എ ഗ്രേറ്റ് ജോബ്. എല്ലാവരും ഡെഫിനറ്റ്ലി ഫുൾ ഫാമിലി ആയിട്ട് കാണേണ്ട സീരീസ് തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഗംഭീരമായിരുന്നു. ബിക്കോസ് അത്രയും നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എല്ലാമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയായിരുന്നു ലൈക്ക് ഇപ്പോൾ യു കൻ ടെൽ ഇതൊക്കെ ആക്ച്വലി തിയേറ്ററിലോട്ട് കാണണം. സോ ആക്ച്വലി യു ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ മൂവ്മെന്റ്. കേരളത്തിൽ all series should be premiered in theatre with full sound effects for all audiences. അപ്പോൾ നമ്മൾ ട്രെൻഡ് സെൻറ്റർ ആവട്ടെ. Fantastic series. Okay, I really loved it. Thank you, sir. All of you watch it. I'm so happy that in Kerala, not only movies, even the series, they are going to be the best. Thank you. Thank you, sir. Thank you. ജിത്തു സാറ് പ്രസൻറ്റ് ചെയ്തൊരു വെബ് സീരീസാണ് റോസ്ലിൻ. സോ അതിൻ്റെ പ്രീമിയർ ഷോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ വണ്ടർഫുൾ വെബ് സീരീസ്. എന്താ പറയുക, എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടെക്നിക്കൽ ഇതിൻ്റെ ഡയറക്ടറായ സുമേഷ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമാണ് ആസ് എ ഡയറക്ടർ. അതിനുശേഷം ബാക്കിയുള്ള സ്ക്രിപ്റ്റ് എഴുതിയ വിനായക് ശശികുമാർ, ക്യാമറമായ PM ഉണ്ണികൃഷ്ണൻ. അപ്പോൾ എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു ഗംഭീര വർക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച് പറയേണ്ടത് സഞ്ജന എന്ന ആക്ട്രസ്സാണ്. മൂക്കോ എന്ന സിനിമ ഉണ്ട്. ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ചാണ്. അപ്പോൾ അവരുടെ ഒരു ഗംഭീര റോളും ഇവിടെ എടുത്ത് പറയേണ്ട പേര് ഹക്കീം ഷാ, ഹക്കീംകയുടെ റോളും വിനീതേട്ടൻ, മീന മാം എല്ലാവരും അതിഗംഭീരമായിട്ട് അവരുടെ കഥാപാത്രങ്ങൾ ചെയ്യണം. അപ്പം ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ഒരു 6 എപ്പിസോഡ് മൊത്തം കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞ ലനാമാവും ഷാദണ്ടും പറഞ്ഞ പോലെ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടാവും. വെബ് സീരീസൊക്കെ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ലൈക്ക് ഫുൾ ലെങ്ത് നമുക്ക് തിയേറ്ററിൽ കണ്ട് ഇടയ്ക്ക് ബ്രേക്കൊക്കെ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇനി ഭാവിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാർ സീരീസ് കാണും. ഞങ്ങൾ ഈ സുമതി വളവിലൊക്കെ ഭയങ്കര പാവമായിട്ടൊരു നായികയുടെ അവിടെ കണ്ടേക്കുന്നത്. ഇതൊരു ഭയങ്കര ഒരു വില്ലത്തിയാണ്. അയ്യോ അതൊന്നും പറയണ്ട. നാളെ വരേക്കും എന്തായാലും നാളെ റിലീസ് ആവും. ഇല്ല, ആക്ച്വലി വിഷമമുണ്ടെന്ന് വെച്ചാൽ ദ മേക്കിംഗ് റിയലി നീഡ്സ് എ ബിഗ് സ്ക്രീൻ ലൈക്ക് ദിസ്. അതിൻ്റെ സൗണ്ട് ഇഫക്റ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് ലൈക്ക് ദിസ് വാസ് നീഡഡ്. സോ ഞാൻ പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ മറ്റേ ആസ് എ പ്രേക്ഷക പറയുന്നത്. സിജ എങ്ങനെയാണ്? സിജ ഞെട്ടിച്ചു. കാരണം സിജ ഒരു ചെറിയൊരു ക്ലൂ പോലും തന്നില്ല എന്തായിരുന്നു റോൾ എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ കട്ടായി പോയോ എന്ന് ഞാൻ ആലോചിച്ചു. എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ദെൻ അതുവരെ നമ്മൾ ശരിക്കും ഇരുത്തിച്ചു പടം. പക്ഷേ ഇത് തിയേറ്ററിൽ മിസ്സാവാൻ പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം അത്രയും കിടിലൻ BGM, സൗണ്ട് എഫക്ട്സ് ഈ അടുത്തൊന്നും ഏത് ജോണർ നോക്കിക്കഴിഞ്ഞാലും ഇത്രയും നല്ലൊരു സൗണ്ട് എഫക്ട്സ് നമുക്ക് തിയേറ്ററിൽ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. സ്പെഷ്യലി നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ വിനായക് ശശികുമാറിൻ്റെ പുതിയൊരു മുഖം, ആക്ടേഴ്സ് പിന്നെ എല്ലാവരും പൊളിച്ചടക്കി. പക്ഷേ വിനായകിന് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതും മലയാള പ്രേക്ഷകർക്ക് ഇത് ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ആരും മിസ് ചെയ്യരുത്. ഡയറക്ടർ ഡെബ്യൂട്ടൻ്റ് ആണ്, സുമേഷ് ചേട്ടനാണ്. ആൻഡ് ആക്ച്വലി 3 പേരാണ് ഈ ഒരു കോംബോ ചെയ്ത്. ജിത്തു സാറാണ് ഈ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഷോ റണ്ണർ, ഒരു ഡെബ്യൂട്ടൻ്റ് ഡയറക്ടർ സുമേഷ് ചേട്ടൻ, ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ലിറിസിസ്റ്റാണ് വിനായക് ഏട്ടൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വിനായക് ഏട്ടൻ കോവിഡിൻ്റെ സമയത്താണ് ഈ കഥ എഴുതിയത്. ആൻഡ് ബൈ ദ ടൈം ഓഫ് കോഴ്സ് ഇറ്റ് ടുക്ക് ടൈം ഫോർ ഇറ്റ് ടു ബിൽഡ് ആൻഡ് ടു ബി റിലീസ് നൗ. പക്ഷേ എന്തായാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമല്ലോ. ഒരുപാട് സന്തോഷം ടു ബി പാർട്ട് ഓഫ് ദ ടീം. എല്ലാവരും കാണണം. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സീക്രട്ട് സ്റ്റോറീസ് ഓഫ് റോസ്ലിൻ. താങ്ക് യു. എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അടിപൊളി. എല്ലാവരും അപ്പം ഞാനും എല്ലാവരും ഹായ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തില്ല. ഹായ് ഫേസ് കിട്ടുന്നില്ലേ? ബ്ലറായിട്ടുണ്ടാവും. ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓക്കെ ആവും.
താങ്ക്സ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ആ ഇതൊക്കെയാണ് അപ്പോൾ ഓക്കെ ഓക്കെ താങ്ക് യു. മേഡം എങ്ങനെയുണ്ടായിരുന്നു? awesome, outstanding. It's a real movie, not just ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നത് കേട്ടു. awesome. എല്ലാവരും പെർഫോമൻസ് അല്ലാത്ത സസ്പെൻസ് ഇസ് ടു ഗുഡ്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാവരും എല്ലാവരും. താങ്ക് യു. എന്ത് ടൈപ്പ് വിനീത് മീന ഹക്കീം ഷാ മേഡം ഒന്ന് പറഞ്ഞോ ഹലോ ത്രില്ലറാണോ മേഡം ത്രില്ലറാണോ? It's a very slow burn, but very thrilling. കണ്ണു It's very exciting. It's very exciting to the end. So must watch it. എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളം വെബ് സീരീസ് ചരിത്രത്തിലെ ഒരു പുതിയ ടീമിൻ്റെ തുടക്കമാണ്. പ്രത്യേകിച്ച് സുമേഷ് നന്ദകുമാർ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റാണ്. മലയാളത്തിന് എക്കാലത്തെയും മനോഹരമായ ഗാനങ്ങൾ നൽകിയിട്ടുള്ള വിനായക് ശശികുമാറിൻ്റെ പുതിയ ഒരു എൻട്രിയാണ്. അദ്ദേഹത്തിന് ഇത്രയും മനോഹരമായി സ്ക്രിപ്റ്റ് എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ചു ഒന്നാണ്. ഹക്കീമാണെങ്കിലും വിനീതാണെങ്കിലും മീനയാണെങ്കിലും റോസ്ലിനായിട്ട് അഭിനയിച്ച കുട്ടിയാണെങ്കിലും എല്ലാവരും ആ ക്യാരക്ടേഴ്സിനോട് പരിപൂർണമായി സഞ്ജനയും എല്ലാം നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു വെബ് സീരീസാണ് മലയാളത്തിൽ. അത് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറെ സന്തോഷം പകർന്ന ഒരു കാര്യം. ഒരു മനോഹരമായ അനുഭവമായിരുന്നു. എല്ലാവരും റോസ്ലിൻ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടിപൊളിയായിരുന്നു. നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ നിലനിൽക്കായിരുന്നു. നല്ലൊരു സസ്പെൻസാണ്. ഓക്കെ മീന എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടുത്ത വെള്ളിയാഴ്ച അടുത്ത വീക്കെൻഡ് അടുത്തൊരു ഗംഭീര സാധനം 2020 തുടക്കത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ചെറിയ പരിപാടിയാണ്, ചെറിയ എപ്പിസോഡുകളാണ്. എല്ലാം കൂടെ കൂടി ഒരു 3 മണിക്കൂർ അടുത്ത് ഉണ്ടാകും. പക്ഷെ ഭയങ്കര രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും ആലോചിക്കുക, ജിത്തു ജോസഫാണ് ചോറെന്ന അതിനുള്ള സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായി? സൗണ്ട് എല്ലാം കാണുമ്പോഴേ ഭയങ്കരമായിട്ട് ഇമോഷണൽ സിനിമയാണ്. എക്സലന്റ് പെർഫോമൻസ്. അതുകൊണ്ടാണ് സഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പെർഫോമൻസ് കാണേണ്ട പെർഫോമൻസാണ്. ഹക്കീം ഷാ പിന്നെ ഈ ഒരു നന്ദകുമാർ, സുമേഷ് നന്ദകുമാർ എന്ന് പറയുന്ന പുതിയ ഡയറക്ടറുടെ ഒരു പിറവില് ആ ഷോർട്സൊക്കെ പി എം ഉണ്ണികൃഷ്ണൻ്റെ ഷോർട്സ് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാത്ത ഷോർട്സാണ്. ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട് നൈറ്റ് ഷൂട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പിന്നെ വിനായക് ശശികുമാറിൻ്റെ എഴുത്ത് ത്രില്ലറാണോ? നമുക്ക് ത്രില്ലിംഗ് ആണ്. അവർ പറഞ്ഞു ത്രില്ലർ എന്ന് പറയാൻ പാടില്ല, പക്ഷെ നമുക്ക് ത്രില്ലിംഗ് ആണ്. നമുക്ക് അടുത്ത എപ്പിസോഡ് ബിഞ്ച് വാച്ച് ചെയ്ത് നമ്മൾ കണ്ടുപോകും. ഹിസ്റ്ററിയാണ്. എങ്ങനെയുണ്ട് മീന കോമ്പിനേഷൻ? അല്ല, അതൊരു എല്ലാം കൂടി പാക്കേജാണ്. എടുത്തു പറയേണ്ട സഞ്ജനയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ തോന്നുന്ന പേര് ഫസ്റ്റ്. ബാക്കി എല്ലാവരും സീസൺഡ് ആക്ടേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷെ സഞ്ജന അതങ്ങ് ലിഫ്റ്റ് ചെയ്യുക മൊത്തത്തിൻ്റെ. നല്ല രസമാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടിങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലൈമാക്സിൽ റിക്കവർ ആവാൻ പറ്റിയിട്ടില്ല. 100% റെക്കമെൻഡ്. എല്ലാവരും കാണണം. നാളെ റിലീസാണ്. ആൻഡ് ഇത് ഡയറക്ടറിൻ്റെ ആദ്യത്തെ സീരീസാണെന്ന് പറഞ്ഞ് ഇറ്റ്സ് അമേസിങ്. ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ആൻഡ് എല്ലാ ആക്ടേഴ്സും പിന്നെ വിനായക് ശശികുമാർ ആദ്യമായിട്ട് റൈറ്റ് ചെയ്തതാണെന്ന് പറയുന്നത്. ഇറ്റ്സ് ഇൻക്രെഡിബ്ലി മെയ്ഡ്. കാസ്റ്റ് എല്ലാവരും ഇതിൽ നായികയുടെ അഭിനയിച്ചിരിക്കുന്ന കുട്ടിയും അതേപോലെ വിനീത് മാം, മീന മാം എല്ലാവരും പിന്നെ ഹക്കീം ഷാജഹാൻ എല്ലാവരും വണ്ടർഫുള്ളി പെർഫോം. മലയാളത്തിന് ഇങ്ങനെ ഒരു മിസ്റ്ററി, ഒരു ഡ്രാമ, ത്രില്ലർ എല്ലാം ആരും അടിപൊളി ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും എന്തായാലും ഹോട്ട്സ്റ്റാറിൽ കാണണം. താങ്ക് യു. ഹലോ റോസ്, എന്താ പേര്? ശരി പേരെന്താ? സഞ്ജന ദീപ്. ഓക്കെ. ഓഡിഷൻ വഴി വന്നാണോ? അതെ. എന്താ കണ്ടിട്ട് തോന്നി? വിനീതേട്ടന് അതുപോലെ മീന ചേച്ചി, ഹക്കീം ഷാ ഇവരുടെ ഒപ്പം അഭിനയം അടിപൊളിയായിരുന്നു.
ഇത്രയും വലിയ ആൾക്കാരുടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. ആൻഡ് ഭയങ്കര സപ്പോർട്ടീവ് കാസ്റ്റ് ആൻഡ് ക്രൂ ആയിരുന്നു. സോ ഞാൻ എന്തുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അല്ല, ഞാൻ ഇതിനു മുന്നേ ഗീതു മോഹൻദാസിൻ്റെ ഗീതു മാമിൻ്റെ മൂത്തോൻ ചെയ്തിരുന്നു. അതിൽ മുല്ല എന്നുള്ള ക്യാരക്ടർ ചെയ്തതാണ്. ഇത് എന്ത് ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ത്രില്ലിംഗ്? തീർച്ചയായിട്ടും ഫാമിലി കാണാനാണ്. പക്ഷേ ബിഞ്ച് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു സ്ലോ ബേൺ മിസ്റ്ററി ഡ്രാമ എന്ന് പറയാം. അപ്പോൾ ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും കാണാം. പക്ഷെ നിങ്ങൾ ബിഞ്ച് വാച്ച് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും നല്ലത്. ജിത്തു ജോസഫ് സാറിന്റെ ഇതുണ്ടായിരുന്നു, ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു സീനൊക്കെ നമുക്ക് നന്നാക്കാം. ഓരോ സട്ടിൽ നുവാൻസസ് ഇല്ലേ, നമ്മുടെ ഒരു ലുക്കായാലും അതൊക്കെ ജിത്തു സാർ ഭയങ്കര നന്നായി പറഞ്ഞതും ചെയ്തു. എസ്പെഷ്യലി ക്ലൈമാക്സ് സീൻസൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നാളെ ഇപ്പോൾ OTT റിലീസാണ്, തിയേറ്ററിൽ റിലീസാണെന്ന് തോന്നിയിരുന്നോ? ആഗ്രഹമില്ലാതില്ല, പക്ഷെ OTT ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമല്ലോ. നിങ്ങളുടെ വീട്ടിലെ കംഫർട്ടിൽ നിന്ന് എല്ലാവർക്കും കാണാം. സോ അതിൽ സന്തോഷം. ഇനി ചെയ്യാനോ സിനിമ? താങ്ക് യു സോ മച്ച്. കൂട്ടാരത്തില്ലേ, പറയൂ എങ്ങനെയുണ്ടായിരുന്നു? ഇത് ത്രില്ലർ മൂവിയാണ്. സീരിയസ്. ഓക്കെ, ഹായ് സർ, പറയൂ എങ്ങനെയുണ്ടായിരുന്നു? ത്രില്ലറാണോ? അങ്ങനെയല്ല, ഇവരുടെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു സ്ലോ ബേണിംഗ് മിസ്റ്ററിയാണ്. സീരീസൊക്കെ എൻജോയ് ചെയ്യുന്ന ക്രൗഡിന് എന്തായാലും ഇഷ്ടപ്പെടും. പുതിയ കുട്ടി എങ്ങനെയുണ്ട് അഭിനയിച്ചതിൽ? പുതിയ കുട്ടി സഞ്ജന ഇതിനു മുന്നേ മൂത്തോണ്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മൾ മലയാളികൾ കാണുന്നത്. ഷീസ് എ ബ്രില്യൻറ്റ് പെർഫോമർ. വിനീതേട്ടൻ, മീനച്ചേച്ചി, അവരുടെ പോകുന്നു, ഹക്കീം ഷാ. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന, അതായത് വിനീത് അങ്കിള്, മീനാജി, ഹക്കീം ഷാ, സഞ്ജന, അവരുടെ പെർഫോമൻസ് ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് മാത്രമല്ല, അത് വളരെ ജസ്റ്റിഫൈ ചെയ്തു അവരുടെ ക്യാരക്ടേഴ്സ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ബൈ. എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ശരിക്കും, എന്ത് ജോണറാണ്? ജോണർ ഫാമിലി ഡ്രാമയാണ്. ബാക്കി മൊത്തം കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണണം. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ? എന്നാൽ പ്രേക്ഷകർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അത് നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ സ്റ്റോറി വിനായകാണ് എഴുതിയത്. മ്യൂസിക്, പെർഫോമൻസ്, എല്ലാവരും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മെയിൻ ക്യാരക്ടറായിട്ടുള്ള കുട്ടി മുതൽ എല്ലാവരും ഒരാൾ പോലും മോശമായിട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര മൊത്തത്തിലൊരു പെർഫെക്റ്റ് പരിപാടിയായിരുന്നു. ആൻഡ് ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഓഡിയൻസ് എല്ലാവരും പ്ലീസ് വാച്ച്. താങ്ക് യു. ഇഷ്ടപ്പെട്ടു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ക്ലൈമാക്സ് ഒന്നും ആയിരുന്നില്ല. എല്ലാം ഒരു എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പല രീതിയിൽ ഇങ്ങനെയാകും അങ്ങനെയാവും എന്നൊക്കെ ചിന്തിക്കുന്നിടത്തത് ഭയങ്കര നമ്മൾ ഞെട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. പറഞ്ഞോ, എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിട്ടുള്ളൊരു വർക്കാണ് ജിത്തു ജോസഫ് സാറിനെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേര് നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് തരുന്നത്, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാവുന്നൊരു വർക്കാണ്. ആക്ടേഴ്സും ബ്രില്യൻ്റ് ആണ്. ഈവൻ വിനായകാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വിനായകിൻ്റെ പാട്ടുകൾ വെച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവരുടെ പാർട്സ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? കൂടുതൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാതിരുന്നതാണ് മനഃപൂർവ്വം തന്നെ. എല്ലാവരും കാണണ്ടേ, കണ്ട് തന്നെ ആസ്വദിക്കണ്ടേ. ഗംഭീരമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നാണ് എല്ലാവരും പറയുന്നത്. അതെ തിയേറ്റർ, ഈശ്വര, ഇത് തിയേറ്ററിൽ ഒരു കുറച്ച് ദിവസം പ്രേക്ഷകർക്ക് വേണ്ടി തിയേറ്ററിൽ കാണിക്കണം. ബിക്കോസ് അത്രയും ഗംഭീരമായിട്ട് അവർ സൗണ്ട് എഫക്റ്റ് മാത്രമല്ല, ദ ഹോൾ സീരീസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് സന്തോഷം. ഒരു പ്രേക്ഷകരെന്ന നിലയിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അല്ല, ഞാൻ തെലുഗുവിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. വെരി മച്ച് ചെയ്തത് മാത്രമല്ല, ഐ മീൻ വെൻ വി സോ ദ ഹോൾ തിങ്, എല്ലാ ആക്ടേഴ്സും സുമേഷിൻ്റെയും വിനായകിൻ്റെയും ഒരുമിച്ചുള്ളൊരു ടീം വർക്ക്, എല്ലാത്തിനുപരി ജിത്തു ജോസഫിൻ്റെ ഒരു സൂപ്പർവിഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. സോ അത് എന്തായാലും ആ ഒരു മാജിക് കാണാനുണ്ട്. എല്ലാവർക്കും കാണാം. ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ്. മിസ്റ്ററിയാണ്, ചെറിയ ചെറിയ ഹൊറർ എലിമെൻറ്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, വളരെ സട്ടിലായിട്ട്. പക്ഷെ അതൊരു രസമാണ്, അത് ആ എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അത് പക്ഷേ മസ്റ്റായിട്ട് കാണണം. അതാണ് നല്ല സൗണ്ട് എഫക്റ്റ്, അല്ലെങ്കിൽ നല്ല ഹെഡ്ഫോൺസ് വെച്ചിട്ട് കാണണം. ബിക്കോസ് സൗണ്ട് അസാധ്യമായിട്ട് ചെയ്തു. 6 എപ്പിസോഡ്സ്, 6. അല്ല, എനിക്കൊന്ന് ഭാവിയിൽ ഇനി അങ്ങനെ വരും. ബിക്കോസ് ഇത്
തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഞാനതാണ്, എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താണ് ഇഷ്ടം. സോ ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മളും OTT-ലല്ലേ കാണാം. പക്ഷെ എന്ത് തന്നെയാലും ഇൻ ടോട്ടൽ ഹാറ്റ്സ് ഓഫ് ടു ഹോട്ട്സ്റ്റാർ, ജീതു ജോസഫ്, ദ ഹോൾ ടീം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എന്താ ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്ന റീസെന്റ് ടൈംസിൽ കണ്ടതിൽ ബെസ്റ്റ് സീരീസ് ആയിരിക്കും. വിനീതേട്ടൻ മീനച്ചേച്ചിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. കൂടുതൽ സ്റ്റോറിയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ 27th തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം. ഇത് ചെറിയ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഇതിൻ്റെ ഒരു പാർട്ടാണ്. എങ്ങനെയാ പറയാ, നിങ്ങൾ കണ്ടാലേ പറയാൻ പറ്റും, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ഫാമിലീസിന് കാണാൻ പറ്റുന്ന ഫാമിലിക്ക് എന്റർടൈൻ ചെയ്യാൻ ത്രില്ലറാണല്ലേ? ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, സോർട്ട് ഓഫ് സ്ലോ ബേൺ മിസ്റ്ററി അങ്ങനത്തെ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. താങ്ക് യു.